پوری دعوت دیتے تھے اور کلمہ سکھاتے تھے نواز کے علاقے میں. ہمارے علاقے میں جہاں علم کا میدان ہے وہاں جماعتیں جاتی تھی. اس زمانے میں جماعتوں کو پریشان کرتے, تم کیوں علماء کی توہین کر رہے ہو, اس کام کی توہین کر رہے ہو. لیکن انہوں نے سب سے پہلے دوسرا کام یہ کیا نا, بھئی ہمارا کلمہ سیکھ لو, ہمارا کلمہ سن لو. ان کو کلمہ سناتے تھے لا الہ الا اللہ. تو 40 سال 60 سال کے بزرگوں کو کلمہ تک کے نہیں پڑھایا جاتا تھا. اس لیے میرے عزیز دوستو, ہمیں اپنے وقت کو ضائع نہیں کرنا. دعوت میں سے جو وقت بچ رہا ہے اس کو تعلیم و تعلم سیکھنے سکھانے میں لگانا ہے. نماز جنازہ, اس کا طریقہ, غسل کے فرائض, وہ میت کو کیسے غسل دیا جاتا ہے, کفن کیسے, کفن میں کتنا کپڑا لگتا ہے, بہت سارا علم ہے نا. ہم کیا کرتے ہیں, اللہ کے راستے میں نکل کے بس وضو کے فرائض اور غسل کے فرائض سیکھ لیتے, یہ ہو گیا. زیادہ زیادہ نماز کے فرائض سیکھ لیتے ہیں, بدن کے پاک ہونا, کپڑوں کا پاک ہونا, یہ صرف جگہ کا پاک ہونا, یہ تو چھوٹے چھوٹے بچوں کو بھی یاد ہوتا ہے. اصل بہت ساری چیزیں ہیں جو سیکھنے کی ہے. اگر سیکھے ہوئے تو لوگوں کو جو ہمارے ساتھی ہے جماعت میں ان کو سکھانا, لیکن وقت کو ضائع نہیں کرنا. دوسرا کام زیادہ سے زیادہ تعلیم و تعلم میں لگانا ہے. تعلیم و تعلم, പഠിക്കുക പഠിപ്പിക്കുക, ഇതിനു വേണ്ടി നമ്മൾ കൂടുതൽ സമയം ചെലവാക്കേണ്ടതാണ്. ഏത് മുതൽ നമ്മൾ ഉമ്മാന്റെ മടിത്തട്ടിൽ നിന്ന് ഖബർ വരെ നമ്മൾ പഠിച്ചാലും ചെയ്യും. ജക്കരിയ റഹ്മത്തുള്ളാഹി ഫളായില് അമലെ ജക്കരിയ റഹ്മത്തുള്ളാഹി നിസ്കാരത്തിൽ പോലും 12,000 മസലകളുണ്ട്. അത്ര 12,000 മസലകളുണ്ട്. മുഫ്തി ഷഫീ ഉസ്മാനിയുടെ ഒരു ഇതുണ്ട്, അതായത് ഇന്ന് ജീവിച്ചിരുന്ന മുഫ്തി ഷഫീ ഉസ്മാനിയുടെ പിതാവ് മുഫ്തി ഷഫീ ഉസ്മാനി, അദ്ദേഹത്തിന് 40 വർഷം അദ്ദേഹം ഇമാമത്ത് നിന്നതാണ്. ഈ മാരിഫുൽ ഖുർആൻ എന്ന ഹദീസിന്റെ ഗ്രന്ഥത്തെ അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്. ആ വലിയ ശേഷം ആ വലിയ മഹാൻ അദ്ദേഹം പറയുന്നത്, ചില സമയത്ത് 40 വർഷം ഇമാമത്ത് ഒരു മനുഷ്യൻ പറയുന്നത്, ചില സമയത്ത് നിസ്കാരത്തിലുള്ള ചില മസലകളിന്റെ മുന്നിൽ വരുമ്പോൾ അതിന് എന്താ ചെയ്യാന്ന് എനിക്ക് പോലും മനസ്സിലാവലില്ല. അപ്പൊ അത്രത്തോളം അവർ ഫിക്ർ ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഈ ചെറിയ ചെറിയ ഉദുവിന്റെ സുന്നത്ത് പറഞ്ഞു, അല്ലെങ്കിൽ ചെറിയ മസലകളാണ് നമ്മൾ എന്താവുന്നത് ചെയ്യുന്നത്. ശരിക്കും ഇത് മാത്രമല്ല എന്നുള്ളത് പറഞ്ഞാൽ വലിയൊരു ഭാരമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് എത്ര പഠിച്ചാലും തീരൂല. അതിൽ നമ്മൾ എപ്പോഴും അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടേ ഇരിക്കണം. അതിൽ തന്നെ നമ്മുടെ സമയത്ത് നമ്മൾ ചെലവാക്കണം. ഒരു മയ്യത്ത് എങ്ങനെ കുളിപ്പിക്കുക, ഒരു ജനാസ എങ്ങനെ കൊണ്ടുപോവുക. നമ്മളാകെ പഠിക്കുന്നത് എന്താണ്, ജമാഅത്ത് പോകുമ്പോൾ ചെറിയ ഉദു വെക്കുന്നത്, നിസ്കാരത്തിന്റെ പങ്കുകൾ, നിസ്കാരം മുഴുവൻ കാര്യങ്ങൾ, നിസ്കാരം ശരിയാവുന്ന കാര്യങ്ങൾ, ഇങ്ങനെ കുറച്ച് മസലകൾ ചിലപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് മാത്രമല്ല ഇൽമ് എന്ന് പറഞ്ഞത്, കാര്യം എല്ലാം പഠിക്കുകയും ചെയ്യണം. ഈ രീതിയിൽ നമ്മൾ ചെയ്യണം. താലീമുള്ള കാര്യത്തിൽ കൂടുതൽ ശ്രമിക്കുക. تعلیم میں سے بھی ہمیں وقت مل رہا ہے. تیسرا کام ہمیں زیادہ جو وقت لگانا ہے وہ عبادت میں لگانا ہے. کیا کرنا ہے؟ تیسرا کام عبادت میں لگانا ہے. عبادت میں بہت ساری چیزیں آئیں گی. قرآن پڑھنا عبادت ہے, نمازیں پڑھنا عبادت ہے, اور بہت ساری ہماری قضا نمازیں چھٹی ہوئی ہیں, اس کو پورا کرنا یہ بھی عبادت ہے. اب جب سے بالغ ہوئے ہیں کتنی ہماری نمازیں چھوٹی ہوگی. اللہ نے ہمیں موقع بھی دیا ہے, دیکھو کتنا بہترین. ابھی ہمارا کوئی کام نہیں, کاروبار نہیں, کچھ نہیں ہے, یہاں ہم خالی ہے. کیوں وقت